നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യാ സജീവ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കോടന്നൂർ PSC സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ വൃക്ഷത്തൈ ഔഷധ സസ്യ വിതരണം സംഘടിപ്പിച്ചു. ലോക പരിസ്ഥിതി അന്താരാഷ്ട്ര സഹകരണ വാരാഘോഷത്തോടനുബന്ധിച്ചായിരുന്നു തൈ വിതരണം. മുതിർന്ന കോൺഗ്രസ് നേതാവ് PA ബാലൻ മാസ്റ്ററുടെ 5ാം അനുസ്മരണ ദിനം ആചരിച്ചു. കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. പെരിങ്ങോട്ടുകരയിൽ നിലവിലുള്ള ഔട്ട് പോസ്റ്റ് വിപുലീകരിച്ച് പുതിയ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വാർത്തകൾ വിശദമായി. കോടന്നൂർ PSC സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ വൃക്ഷത്തൈ ഔഷധ സസ്യ വിതരണം സംഘടിപ്പിച്ചു. ലോക പരിസ്ഥിതി അന്താരാഷ്ട്ര സഹകരണ വാരാഘോഷത്തോടനുബന്ധിച്ചായിരുന്നു തൈ വിതരണം. കോടന്നൂർ PSC സഹകരണ സംഘം പരിസരത്ത് നടന്ന വിതരണ ചടങ്ങ് തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെ നല്ലൊരു പരിപാടി, എല്ലാവർക്കും ഉപകാരമുള്ള ഒരു പരിപാടി ചെയ്തതിൽ ഈ പാർലം വെൽഫെയർ സൊസൈറ്റിനെ ഏറ്റവും ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതായത് ഒരു സഹകരണ സംഘം അത് നയിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ലക്ഷ്യബോധം ഉണ്ടാവും. അത് ആ സംഘം ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അതിന്റെ പ്രവർത്തനങ്ങൾ അത് ജനോപകാരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഇവിടെ വന്ന് മനസ്സിലാക്കിയ പണം ധാരാളം കിട്ടുന്ന ലാഭത്തിന്റെ ഒരു പങ്ക് ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ സൊസൈറ്റി ചെലവഴിക്കുന്നു എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. അതിന്റെ ഭാഗം തന്നെയായിട്ടാണ് ഇന്ന് ഇവിടെ വൃക്ഷത്തൈകളും അതുപോലെ തന്നെ ഔഷധ ചെടികളും വിതരണം ചെയ്യുന്ന നല്ലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. സൗജന്യമായുള്ള വൃക്ഷത്തൈകളും ഔഷധ സസ്യങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. സംഘം പ്രസിഡന്റ് CO ജേക്കബ് അധ്യക്ഷനായി. തൃശൂർ മുനിസിപ്പൽ ഏരിയ ഞങ്ങളുടെ അതിർത്തിയാണ്. ഞങ്ങൾക്ക് തൃശ്ശൂര് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലും ഭാവിയിൽ ബ്രാഞ്ച് തുടങ്ങാനും ഹെഡ് ഓഫീസ് തുടങ്ങാനും ഒക്കെയുള്ള അംഗീകാരം ഇപ്പോഴേ തന്നെ നമ്മൾ നേടി എടുത്തിട്ടുണ്ട്. സ്വാഭാവികമായി ഈ സ്ഥാപനം വളർന്നു വരുമ്പോൾ നമ്മുടെ തൃശൂർ കോർപ്പറേഷനിലും ഈ സ്ഥാപനം നന്നായി വരും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ സ്ഥലത്ത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേരുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ നിങ്ങൾ ഞങ്ങളെ ഹൃദയമായി എപ്പോഴും സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ നമ്മുടെ ഒരു 600ഓളം ചെടികൾ, വ്യത്യസ്ത രീതിയിലുള്ള ചെടികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പഴൂർ അപ്പുക്കുട്ടൻ, ബിന്ദു അശോകൻ, M സേതുമാധവൻ, AA റപ്പായി, TK രാജു, രവി അമ്പാടി, ബാബു കുണ്ടുകുളം, S സുമാദേവി, വിനീത് നന്ദൻ, സെക്രട്ടറി ഇൻചാർജ് ചിഞ്ചു മധു, ഐശ്വര്യ പ്രദീപ് എന്നിവർ പങ്കെടുത്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് PA ബാലൻ മാസ്റ്ററുടെ 5ാം അനുസ്മരണ ദിനം ആചരിച്ചു. കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ജോയ് അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. നമ്മുടെ ബാലമാഷ് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് 5 വർഷമാവുകയാണ്. മാഷിനെ സംബന്ധിച്ചോളം നമുക്ക് ഏതൊരു ഘട്ടത്തിലും ഓടിച്ചെന്ന മാഷ് ചിരിച്ച മുഖത്തോടെ നമുക്ക് വേണ്ട ഉപദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മാഷിന്റെ വേർപാട് നമുക്കൊരു തീരാ ദുഃഖം തന്നെയാണ്. മാഷിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി അധ്യക്ഷനായി. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും നമ്മുടെ എല്ലാം രക്ഷാധികാരിയും ഏത് ആവശ്യത്തിന് എപ്പോ ചെന്ന് കണ്ടാലും നമുക്ക് നമ്മുടെ താങ്ങും തണലുമായി നിന്ന പ്രിയപ്പെട്ട അന്തരിച്ച നമ്മുടെ PA ബാലൻ മാസ്റ്ററുടെ ഓർമ്മ ദിനമാണ് ഇന്നിവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം അദ്ദേഹം പാർട്ടിയുടെ മാത്രമല്ല ബാബുജി ക്ലബിന്റെ കൂടി രക്ഷാധികാരിയായിരുന്നു. ഏത് സമയത്തും പാർട്ടി ഏത് പ്രതിസന്ധിയിൽപ്പെടുമ്പോൾ പോലും അതിന് തീരുമാനമുണ്ടാക്കുവാനും കൂടെ നിന്ന് ചേർന്ന് താങ്ങും തണലുമായി പ്രവർത്തിക്കാൻ അതിന് കരുത്തും നൽകിയ ഒരു അധ്യാപകനും അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകനും മിൽമയുടെ ചെയർമാനും കൂടിയായിരുന്ന ബാലൻ മാഷുടെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് 11ാം വാർഡ് മെമ്പർ റൂബി ജോൺസൺ, ബ്ലോക്ക് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.
പെരിങ്ങോട്ടുകരയിൽ നിലവിലുള്ള ഔട്ട് പോസ്റ്റ് വിപുലീകരിച്ച് പുതിയ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇക്കാര്യം ആവശ്യപ്പെട്ട് പെരിങ്ങോട്ടുകരയിൽ ഞായറാഴ്ച വിപുലമായ കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് ഗീതാഗോപി MLA വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പെരിങ്ങോട്ടുകര സോമശേഖര ഹാളിൽ ഞായറാഴ്ച വൈകിട്ട് 3 നടക്കുന്ന ജനകീയ കൺവെൻഷൻ പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്യും. ഗീതാഗോപി MLA അധ്യക്ഷയാകും. താന്യം, ചാഴൂർ, അന്തിക്കാട്, മണലൂർ, അരിമ്പൂർ എന്നീ 5 പഞ്ചായത്തുകളിൽ 16 വില്ലേജുകളിലായി വ്യാപിച്ചു കിടക്കുന്നതാണ് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധി. പ്രവർത്തന ബാഹുല്യത്താലും കുറ്റകൃത്യങ്ങളുടെ എണ്ണത്താലും പോലീസ് സ്റ്റേഷൻ വിഭജനം അനിവാര്യമായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പെരിങ്ങോട്ടുകരയിൽ പുതിയ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകി കുറ്റകൃത്യങ്ങൾ തടയാൻ പോലീസിന് കഴിയേണ്ടതുണ്ട്. പെരിങ്ങോട്ടുകര പോലീസ് സ്റ്റേഷൻ എന്ന ജനകീയ ആവശ്യം നേടിയെടുക്കാൻ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുമിപ്പിച്ചാണ് കൺവെൻഷൻ സംഘടിപ്പിക്കുക. പുതിയ പോലീസ് സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ജനപ്രതിനിധികൾ മുഖേനയും മറ്റും മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തി. ഇത് നേടിയെടുക്കാൻ ജനകീയ കമ്മിറ്റിക്ക് രൂപം നൽകേണ്ടതുണ്ട്. ഞായറാഴ്ച നടക്കുന്ന കൺവെൻഷന് മുന്നോടിയായി ഉച്ചയ്ക്ക് 2 മണിക്ക് താന്യം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ കൂട്ടായ്മ രൂപീകരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കും. തുടർന്ന് കിഴുപ്പിള്ളിക്കര നളന്ദ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഫ്ളാഷ് മോബ്, സിഗ്നേച്ചർ ക്യാമ്പയിൻ എന്നിവ നടത്തും. MLAയ്ക്കൊപ്പം സംഘാടക സമിതി ചെയർമാൻ KP സന്ദീപ്, കൺവീനർ NA പീതാംബരൻ, അന്തിക്കാട് പോലീസ് ജനമൈത്രി സമിതി പ്രസിഡന്റ് അബ്ബാസ് പീരാവുണ്ണി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളും ക്രമസമാധാന സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, അക്രമാസക്തമായ കേസുകൾ കൂടി വരിക, ഇതൊന്ന് അന്വേഷിക്കാനും ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും പോലീസ് സ്റ്റേഷന് പരിമിതമായ സൗകര്യം നിലനിൽക്കുന്നുണ്ട്. അത് തത്വത്തിൽ നിലനിൽക്കുമ്പോൾ ആ പ്രശ്നം പരിഹാരം എന്നോണം ഈ പെരിങ്ങോട്ടുകര 3 കൂടിയ സെന്ററിൽ ഔട്ട് പോസ്റ്റ് നിലവിൽ പ്രവർത്തിക്കുന്നത് പഴയ കാലഘട്ടത്തിൽ നിന്നിരുന്ന ഒരു ഔട്ട് പോസ്റ്റ് സംവിധാനമാണ്. പക്ഷേ ഇതിനോട് ചേർന്ന് 28 സെന്റ് ഭൂമി ഈ ഡിപ്പാർട്ട്മെന്റ് നമുക്കുണ്ട്. അപ്പം ഇതിനെ ബേസ് ചെയ്തൊരു പോലീസ് സ്റ്റേഷൻ വരികയാണെങ്കിൽ നമുക്ക് കുറേ കൂടി നമ്മുടെ പഞ്ചായത്തുകളിലും നമ്മുടെ മണ്ഡലത്തിലും പോലീസ് സംവിധാനം ഉറപ്പുവരുത്തിക്കൊണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങളെ നമുക്ക് നേരിടാൻ കഴിയുന്ന രീതിയിലാവണം എന്നുള്ളതാണ് ഈ സ്റ്റേഷന്റെ ഏറ്റവും വലിയൊരു സതുദ്ദേശം. ആറാട്ടുപുഴ ശ്രീശാസ്താ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ഈ മാസം 12 മുതൽ 15 വരെ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിക്കും. 15-ന് ബുധനാഴ്ചയാണ് പ്രതിഷ്ഠാ ദിനാഘോഷം. ഈ മാസം 12-ന് ഞായറാഴ്ച രാവിലെ 108 കരിക്കഭിഷേകം, ചുറ്റുവിളക്ക് എന്നിവ നടക്കും. വൈകിട്ട് 6 മണിക്ക് ശ്രീശാസ്താ സംഗീതോത്സവത്തിന് തുടക്കമാകും. കർണാടക സംഗീതജ്ഞ മീര രാംമോഹൻ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം നിർവഹിക്കും. തുടർന്ന് മീര രാംമോഹൻ നയിക്കുന്ന സംഗീത കച്ചേരിയും രാത്രി 9:30 തിരുവാതിരക്കളിയും അരങ്ങേറും. 13-ന് തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് കൊമ്പത്ത് ചന്ദ്രൻ നയിക്കുന്ന പുല്ലാങ്കുഴൽ വാദനം, തുടർന്ന് സംഗീതോത്സവം എന്നിവ അരങ്ങേറും. വൈകിട്ട് 6:30 സോപാന സംഗീതം, ക്ലാസിക്കൽ ഡാൻസ്, ഭക്തിഗാനമേള എന്നിവയും അരങ്ങേറും. 14-ന് ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് സംഗീതോത്സവം തുടരും. വൈകിട്ട് 6:30 ഭജൻസ്, തുടർന്ന് സെമി ക്ലാസിക്കൽ ഡാൻസ്, ഭക്തിഗാനമേള എന്നിവ അരങ്ങേറും. പ്രതിഷ്ഠാ ദിനമായ 15-ന് ബുധനാഴ്ച രാവിലെ 5 മണിക്ക് താന്ത്രിക ചടങ്ങുകൾ, ഭജൻസ് എന്നിവ നടക്കും. തുടർന്ന് സംഗീതോത്സവത്തിന് സമാപനം കുറിച്ച് തൃശൂർ രാമകൃഷ്ണൻ നയിക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനം അരങ്ങേറും. തുടർന്ന് സോപാന സംഗീതവും കളഭാഭിഷേകവും നടക്കും. രാവിലെ 10:30 പ്രസാദഊട്ട് വിതരണം ചെയ്യും. വൈകിട്ട് 3-ന് 5 ആനകളോടെ എഴുന്നള്ളിപ്പ് നടക്കും. പഞ്ചാരിമേളം എഴുന്നള്ളിപ്പിന് അകമ്പടിയൊരുക്കും. കൂട്ടപ്പറനിറയ്ക്കൽ ചടങ്ങും ഇതോടനുബന്ധിച്ച് നടക്കും. ഓപ്പറേഷൻ തൂഫാൻ വേട്ടയിൽ പിടിച്ചെടുത്ത വൻ ലഹരി മരുന്ന് ശേഖരം അഗ്നിക്കിരയാക്കി തൃശൂർ റൂറൽ ജില്ലാ പോലീസ്. 18.307 കിലോ കഞ്ചാവും 203.18 ഗ്രാം മെത്താംഫെറ്റാമിനുമാണ് പുതുക്കാട് ഓട്ടുകമ്പനി ചൂളയിൽ എരിഞ്ഞൊടുങ്ങിയത്. സംസ്ഥാന വ്യാപകമായുള്ള പോലീസിന്റെ പ്രത്യേക ലഹരിവിരുദ്ധ വേട്ടയായ ഓപ്പറേഷൻ തുഫാന്റെ തുടർ നടപടിയുടെ ഭാഗമായാണ് ലഹരിമരുന്ന് ശേഖരം കത്തിച്ചുകളയൽ നടപടി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീമുദ്ദീന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് പിടിച്ചെടുത്ത ലഹരിമരുന്ന് ശേഖരം മുഴുവൻ അഗ്നിക്കിരയാക്കിയത്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഓട്ടുകമ്പനി ചൂളയിലായിരുന്നു ഇതു സംബന്ധിച്ച നടപടികൾ സ്വീകരിച്ചത്.
ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലാ പരിധിയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തത് നിരവധി കേസുകൾ. ഇത്തരം കേസുകളിൽ തൊണ്ടി മുതലായി പിടിച്ചെടുത്തത് 18.307 കിലോഗ്രാം കഞ്ചാവ്, അതീവ മാരക ലഹരി വസ്തുവായ 203.18 ഗ്രാം മെത്താംഫിറ്റമിനും ഇവയെല്ലാം കൂട്ടത്തോടെ നശിപ്പിക്കലായിരുന്നു നടപടി. റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീമുദ്ദീൻ ചെയർമാനായ ജില്ലാ മയക്കുമരുന്ന് നിർമ്മാർജ്ജന കമ്മിറ്റിയുടെ പ്രത്യേക ഉത്തരവ് പ്രകാരമായിരുന്നു നിയമപരമായ നടപടി. കനത്ത സുരക്ഷയിൽ ലഹരി വസ്തുക്കളെല്ലാം ഊട്ടുകമ്പനിയിൽ ഉയർന്ന താപനിലയിലുള്ള ചൂളയിൽ നിക്ഷേപിച്ച് നശിപ്പിക്കുകയായിരുന്നു. ജില്ലാ പോലീസ് മേധാവിക്കൊപ്പം ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ റഫീഖ്, ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി സലീഷൻ ശങ്കരൻ, പുതുക്കാട് SHO ആദം ഖാൻ, ജില്ലാ നാർക്കോട്ടിക് സെൽ ASI KS ഷൈജു എന്നിവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ലഹരി വസ്തുക്കൾ നശിപ്പിച്ച് നടപടികൾ പൂർത്തിയാക്കിയത്. ലഹരി മാഫിയക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ വേട്ട ശക്തമായി തുടരാനാണ് പോലീസിന്റെ നീക്കം. പഴുവിൽ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തെ ഇൻവെസ്റ്റ് ടീച്ചർ സെറിമണി സംഘടിപ്പിച്ചു. ഉപഹാര സമർപ്പണം, ഫോട്ടോ സെഷൻ ഉൾപ്പെടെ വിവിധ സാംസ്കാരിക പരിപാടികൾ ചടങ്ങിൽ നടന്നു. മുഖ്യാതിഥിയായി തൃശൂർ ജില്ലാ കലക്ടർ ശിഖ സുരേന്ദ്രൻ അനുമോദന പ്രഭാഷണം നടത്തി. വിദ്യാർത്ഥി നേതാക്കൾക്ക് ജില്ലാ കലക്ടർ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ KR അഭിലാഷ് അധ്യക്ഷനായി. നിവേദിത വിനോദ് കുമാർ, PTA പ്രസിഡന്റ് ഡോക്ടർ MA ഷമീം, സ്കൂൾ കറസ്പോണ്ടന്റ് ധനജ സലീഷ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷീജ ബോസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഉപഹാര സമർപ്പണം, ഫോട്ടോ സെഷൻ, സാംസ്കാരിക പരിപാടികൾ എന്നിവയും ഇൻവെസ്റ്റ് ടീച്ചർ സെറിമണിയുടെ ഭാഗമായി നടന്നു. കാറളം ചെമ്മണ്ട ഉന്നതിയിൽ കളിസ്ഥലത്തിനോട് ചേർന്ന ഉപയോഗശൂന്യമായ പൊതുകിണർ അപകട ഭീഷണിയാകുന്നു. സംരക്ഷണ ഭിത്തി തകർന്ന് കാടുകയറിയ കിണർ മൂടണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. കാറളം ചെമ്മണ്ട ഉന്നതിയിൽ ഉപയോഗശൂന്യമായ പൊതുകിണർ തീർത്തും അപകടാവസ്ഥയിലാണ്. നിലവിൽ തകർച്ചാവസ്ഥയിലുള്ള കിണർ മൂലം ഉന്നതിയിലെ കുടുംബങ്ങൾ ആശങ്കയിലാണ് കഴിയുന്നത്. കാടുപിടിച്ചു കിടക്കുന്ന കിണറിനകത്ത് ഇടയ്ക്കിടെ വലിയ ശബ്ദത്തോടെ മണ്ണിടിഞ്ഞു വീഴുന്നതായി പ്രദേശവാസികൾ പറയുന്നു. ഇതിനിടെ കിണറിന് സമീപത്തായി വലിയ ഗർത്തം രൂപപ്പെട്ടത് ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്തു. പുതുതായി രൂപപ്പെട്ട ഗർത്തത്തിലൂടെ മഴവെള്ളം കിണറ്റിലേക്ക് ഒഴുകിയിറങ്ങുന്ന സ്ഥിതിയിലാണ്. ഇവിടെ ഏത് നിമിഷവും വലിയൊരു അപകടമുണ്ടാകുമെന്ന ഭീതി നിലനിൽക്കുകയാണ്. കിണറിന് സമീപത്തായി നിരവധി വീടുകളാണുള്ളത്. കുട്ടികളടക്കം ഒത്തുചേരുന്ന കളിസ്ഥലത്തിനോട് ചേർന്ന ഉപയോഗശൂന്യമായ കിണർ അതിനാൽ തന്നെ അപകട സാധ്യത കൂട്ടുന്നു. ഉപയോഗശൂന്യവും തകർച്ചാവസ്ഥയിലുമുള്ള പൊതുകിണർ വിഷയത്തിൽ BJP നേരത്തെ പ്രദേശത്ത് സമരം സംഘടിപ്പിച്ചിരുന്നതാണ്. ഇതേ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ ജില്ലാ കലക്ടറെ വിവരം ധരിപ്പിച്ചിരുന്നു. തുടർന്ന് പ്രദേശത്തെ മണ്ണിന്റെ ഘടന പരിശോധിച്ച് കിണർ കെട്ടി സംരക്ഷിക്കണമെന്ന നിർദ്ദേശവുമുണ്ടായി. മണ്ണിന്റെ ഘടനയടക്കം പഠിക്കാൻ ജിയോളജി വകുപ്പിന് നിർദ്ദേശം നൽകിയെങ്കിലും ഇത് എന്ന് പൂർത്തിയാകുമെന്നതിൽ നിശ്ചയമില്ല. ഇതിനിടെ പൊതുകിണറിനോട് ചേർന്ന് രൂപപ്പെട്ട ഗർത്തത്തിന് സമീപം കയർ കെട്ടിത്തിരിച്ച് അപകട സൂചന നൽകിയിരിക്കുകയാണ്. അതേസമയം ഉപയോഗശൂന്യമായ കിണർ മൂടി അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. കാറളം ഗ്രാമപഞ്ചായത്തിലെ ചെമ്മണ്ടയിലെ 4-ാം വാർഡിലെ ഉന്നതിയിലെ പൊതുകിണർ കുറേ കാലങ്ങളായിട്ട് ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്. അതിൽ വേസ്റ്റുകളുണ്ട്. ഇടിഞ്ഞുകൊണ്ട് കഴിക്കുക, ദിനം പ്രതി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ അത് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വന്ന് കാണുകയും കളക്ടറേയും വില്ലേജ് ഓഫീസറെയൊക്കെ നമ്മൾ ബന്ധപ്പെട്ടു. അപ്പോൾ കളക്ടറെ കാണാനായിട്ട് ഞങ്ങൾ പോയിരുന്നു. 2-ാം തീയതി പോയിരുന്നു. 2-ാം തീയതി പോയി കഴിഞ്ഞപ്പോൾ കളക്ടർ ഒരു തീരുമാനം ജിയോളജി വകുപ്പിന് കൊടുക്കുക, അവരൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ പോന്നു. പിറ്റേ ദിവസം ഞങ്ങളുടെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഈ കിണർ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് കെട്ടി സംരക്ഷിക്കുക, വേസ്റ്റ് മാറ്റി കെട്ടി സംരക്ഷിക്കാമെന്ന് പറഞ്ഞ ഒരു ഓർഡറാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അത് മൂടേണ്ട ഓർഡർ ഇതുവരെ വന്നിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വീണ്ടും വന്ന് നോക്കുക. അപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് മഴ വന്നപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വന്ന് നോക്കിയപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് വന്ന് നോക്കിയപ്പോൾ വീണ്ടും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വീട് മാറി താമസിക്കാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഇന്നലെ രാത്രി മാറി താമസിച്ചു. അടുത്തുള്ളത് 5-6 വീടുകൾ ഈ പരിസരത്തുണ്ട് ഈ കിണറിനോട് അടുത്തായിട്ട്. അവർക്കും ഭീഷണിയാണ്. ഇതിൻ്റെ അള്ള് എന്തോരം പോയിട്ടുണ്ടെന്ന് അറിയില്ല, ഇടിഞ്ഞ് ഉള്ളുവശം. ഇപ്പോൾ കിണറുമായിട്ട് ഇത്തിരി മാറി നിന്ന് കഴിഞ്ഞാൽ ഒരു കുഴി ഇവിടെ വന്നിട്ടുണ്ട്. ആ കുഴി കൂടെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ നേരെ കിണറ്റിലേക്കാണ് പോകുന്നത് ആ വെള്ളം. അപ്പോൾ അത്രയും ഇത് ഇടിഞ്ഞിട്ടുണ്ടാവും. ഇതിൻ്റെ നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ സ്കൂൾ തല പാർലമെന്റ് തെരഞ്ഞെടുപ്പും വിജയികളുടെ സ്ഥാനാരോഹണവും നടന്നു. സ്കൂളിൽ രൂപീകരിച്ച 4 ഹൗസുകളുടെ കമ്മിറ്റികളും ചടങ്ങിൽ ചുമതലയേറ്റു. തൃശൂരിലെ സംസ്ഥാന എക്സൈസ് അക്കാദമി ആൻഡ് റിസർച്ച് സെന്റർ ജോയിന്റ് ഡയറക്ടർ H. കൃഷ്ണകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൊടകര വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി KS സുഗേഷ് അധ്യക്ഷനായി. പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മാനേജർ C. രാകേഷ്,
ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി മോഹനൻ വടക്കേടത്ത്, വിദ്യാലയ സമിതി പ്രസിഡന്റ് കെ രവീന്ദ്രൻ, സെക്രട്ടറി രജത് നാരായണൻ, സുമ ആർമേനോൻ, ക്ഷേമസമിതി പ്രസിഡന്റ് ഷാജു കളരിക്കൽ, മാതൃസമിതി പ്രസിഡന്റ് സുബിത എന്നിവർ സംസാരിച്ചു. സ്കൂളിൽ രൂപീകരിച്ച 4 ഹൌസുകളുടെ കമ്മിറ്റികളും ചടങ്ങിൽ ചുമതലയേറ്റു. സ്കൂൾ ഹെഡ് ബോയ് ആയി അക്ഷയ് എസ് വാര്യർ, ഹെഡ് ഗേളായി അഞ്ജന വിനോദ് എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ഷാപ്പിൽ കയറി കള്ളും കറിയും കഴിച്ചതിന്റെ പണം ചോദിച്ചതിന് ഷാപ്പ് മാനേജറെ മർദ്ദിച്ച കേസിൽ 2 യുവാക്കൾ അറസ്റ്റിൽ. പെരിങ്ങോട്ടുകര സ്വദേശി തൈവളപ്പിൽ വീട്ടിൽ ഗോകുൽ കൃഷ്ണ, നാട്ടിക സ്വദേശി പുളിക്കൽ വീട്ടിൽ മുഹമ്മദ് മിസ്ബാൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇതിൽ ഗോകുൽ കൃഷ്ണ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ റൌഡിയാണ്. കഴിഞ്ഞ ജൂലൈ 8-ാം തീയതി രാത്രി 7:50 നാട്ടികയിലുള്ള കള്ളുഷാപ്പിലായിരുന്നു സംഭവം. വടാനപ്പള്ളി കൊണ്ടറപ്പശ്ശേരി വീട്ടിൽ 51 വയസ്സുള്ള രാജേഷ് മാനേജറായി ജോലി ചെയ്യുന്ന ഷാപ്പിലെത്തിയ പ്രതികൾ കള്ളും കറിയും വാങ്ങി കഴിച്ചു. തുടർന്ന് മിസ്ബാനെ അവിടെ ഇരുത്തിയ ശേഷം മറ്റുള്ളവർ പുറത്തുപോയി. ഷാപ്പ് അടയ്ക്കാറായ സമയമായിട്ടും പണം നൽകാതിരുന്നതിനെ തുടർന്ന് മാനേജർ രാജേഷ് പണം ആവശ്യപ്പെടുകയായിരുന്നു. ഇതിൽ പ്രകോപിതനായ മിസ്ബാൻ ഉടൻ തന്നെ സുഹൃത്തായ ഗോകുൽ കൃഷ്ണയെ ഫോൺ വിളിച്ചു വരുത്തി. ഷാപ്പിലെത്തിയ ഗോകുൽ കൃഷ്ണയും മിസ്ബാനും ചേർന്ന് ഷാപ്പിലുണ്ടായിരുന്ന കള്ളുകുപ്പികളും ഗ്ലാസുകളും തല്ലിപ്പൊട്ടിച്ച് പരക്കെ നാശനഷ്ടങ്ങൾ വരുത്തി. ഈ അക്രമം തടയാൻ ശ്രമിച്ച മറ്റൊരു മാനേജറായ ശ്രീജിത്തിനെ തള്ളിമാറ്റിയ പ്രതികൾ രാജേഷിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് മർദ്ദിക്കുകയായിരുന്നു. പ്രതികളെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അറസ്റ്റിലായ ഗോകുൽ കൃഷ്ണ അന്തിക്കാട്, വലപ്പാട് പോലീസ് സ്റ്റേഷനുകളിലായി 2 വധശ്രമ കേസുകളും ലഹരിക്ക് അടിമപ്പെട്ട് പൊതുസ്ഥലത്ത് ശല്യമുണ്ടാക്കിയ 2 കേസുകളുമടക്കം 5 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. മിസ്മാനാകട്ടെ വലപ്പാട്, തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിലായി കഞ്ചാവ്, ബീഡി ഉപയോഗിച്ചതിനും വീട്ടിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്തിയതിനുമടക്കം 2 കേസുകളിലും പ്രതിയാണ്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ എബിൻ സിയൻ, ഗ്രേഡ് സബ് ഇൻസ്പെക്ടർ സാബു, സിവിൽ പോലീസ് ഓഫീസർമാരായ വിഷ്ണു, ശ്യാം, സൈനുദ്ദീൻ, സതീഷ്, ആദർശ്, ശ്രാവൺ എന്നിവരടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിച്ചത്. വെങ്ങണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിൽ മിഥുനമാസത്തിലെ മംഗല്യസിദ്ധി പൂജ ഈ മാസം 15-ന് ബുധനാഴ്ച നടക്കും. മംഗല്യവരതയും അഭീഷ്ടവരദായിനിയുമായ ഐക്കുന്ന് പാണ്ഡവഗിരി ദേവിക്ക് മിഥുനമാസം പൂയം നക്ഷത്രത്തിലുള്ളതാണ് മംഗല്യസിദ്ധി പൂജ. കൂടാതെ നെടുമംഗലി പൂജ, സർവൈശ്വരി പൂജ, ഐക്യമത്യ പൂജ, ഭൂമി പൂജ തുടങ്ങിയ വിശേഷാൽ പൂജകളുമാണ് ഈ മാസം 15-ന് നടക്കുക. ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പിൽ ഹരി നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. ഉച്ചയ്ക്ക് 11:30 അമൃതഭോജനവും ഉണ്ടാകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9446277702, 9447991586, 0487227702. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,275 രൂപ, പവന് 1,06,200 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോടന്നൂർ PSC സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ വൃക്ഷത്തൈ ഔഷധ സസ്യ വിതരണം സംഘടിപ്പിച്ചു. ലോക പരിസ്ഥിതി അന്താരാഷ്ട്ര സഹകരണ വാരാഘോഷത്തോടനുബന്ധിച്ചായിരുന്നു തൈ വിതരണം. മുതിർന്ന കോൺഗ്രസ് നേതാവ് PA ബാലൻ മാസ്റ്ററുടെ 5ാം അനുസ്മരണ ദിനം ആചരിച്ചു. കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. പെരിങ്ങോട്ടുകരയിൽ നിലവിലുള്ള ഔട്ട് പോസ്റ്റ് വിപുലീകരിച്ച് പുതിയ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.